ഹലോ ഫ്രണ്ട്സ്, ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ബസ്സിലെ ആ യാത്രയുടെ ആ ഒരു അനുഭവങ്ങളുടെയും കാര്യങ്ങളുടെയും ബാക്കി ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഞാനിനി പറയാൻ പോകുന്നത് സീമയുടെ ശബ്ദത്തിൽ തന്നെയാണ്. അപ്പോൾ സീമയ്ക്ക് ഏകദേശം ഒരു 30 വയസ്സുള്ള സ്ത്രീയാണ്. അങ്ങനെ നമുക്കിനി കഥ കേട്ട് മുന്നോട്ട് പോകാട്ടോ. അപ്പോൾ നമ്മളിനി കഥയിലേക്ക് പോകാണ്. സീമയുടെ ശബ്ദത്തിലായിരിക്കും ഞാൻ ഇനി പറയാൻ പോകുന്നത്. ആ ഒരു യാത്ര കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഞാൻ ആകെ നനഞ്ഞു കുതിർന്നിരുന്നു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ അമ്മായിമ്മ അവിടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ എന്നെ കണ്ട സമയത്ത് എന്നെ പറഞ്ഞു, സീമ ഒരു ചായ ഇട്ടുണ്ടോ വന്നേ എന്ന് പറയുമ്പോൾ ഞാൻ എന്നും അനുസരണയുള്ള ഒരു മരുമകൾ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ ഞാൻ ഇട്ട് തരാം അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ആ സമയമാണെന്നുണ്ടെങ്കിൽ ഞാൻ നിമേഷിനെ ശ്രദ്ധിച്ചു. അവന് ഒരു ചെറിയ പുഞ്ചിരി പാസ്സാക്കിയ ശേഷം ഞാൻ ഒരു ചൂട് ചായ ഇട്ടു. മറ്റൊന്നും ആയിരുന്നില്ല, ഈ തണുപ്പത്ത് നല്ലൊരു ചൂട് ചായ കുടിക്കുന്നത് നല്ലത് തന്നെയാണ്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ചൂട് ചായ ഇടുമ്പോൾ ആ ഒരു ഗ്യാസ് അടുപ്പിന്റെ നേർക്ക് ഞാനിങ്ങനെ കയറി നിന്നു. അതും മറ്റൊന്നും കൊണ്ടായിരുന്നില്ല, നല്ല മഴ നനഞ്ഞ് കുളിച്ചിട്ട് വരികയല്ലേ, അതുകൊണ്ട് തന്നെ അങ്ങോട്ട് കയറി നിൽക്കുന്ന സമയത്ത് ഒരു ആശ്വാസം കിട്ടുമായിരുന്നു. അത് പണ്ട് തൊട്ടേയുള്ള ശീലമാണ്. കുളിച്ച് ആ ഒരു തണുപ്പത്തൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഈ അടുപ്പിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ കയറി നിൽക്കും, ആ ഒരു ചൂട് കിട്ടാൻ വേണ്ടിയിട്ട്. ആ ഒരു ശീലം എനിക്കൊട്ടും മാറ്റാൻ പറ്റിയിരുന്നില്ല. അത് തന്നെയായിരുന്നു ഞാൻ എപ്പോഴും കാണിച്ചത്. ആ സമയം അങ്ങനെ നിൽക്കാനായിരുന്നു എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയത്. അങ്ങനെ ആ ഒരു ചൂട് ചായ 2 ഗ്ലാസ്സിനകത്ത് ആക്കിയതിന് ശേഷം ഒരു ഗ്ലാസ് മാത്രം ഞാൻ അമ്മായിയമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു. ഇന്നമ്മേ കുടിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ മറ്റൊരു ഗ്ലാസ്സിലെ ചായയുമായിട്ട് ഞാൻ ഊതി ഊതി നേരെ ആ മഴ പെയ്യുന്ന സ്ഥലത്തേക്ക് ഒന്ന് മാറി നിന്നു. ആ മഴയും കാണാം, പിന്നെ ആ ഒരു ചൂട് ചായയും ഒന്ന് ഊതി ഊതി കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. പെട്ടെന്ന് ഞാൻ അമ്മായിയമ്മയോട് ചോദിച്ചു, അമ്മേ കാലുവേദനയുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അമ്മായിയമ്മ പറഞ്ഞു, കാലുവേദന നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഇന്നലത്തെ പോലെയല്ല, കുറച്ചുകൂടെ വേദനയുണ്ട്, അതുകൊണ്ട് തന്നെ ഞാനിന്ന് നേരത്തെ കിടക്കാണ് കേട്ടോ എന്ന് അമ്മായിയമ്മ പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും കുഴമ്പും കാര്യങ്ങളൊക്കെ ഇട്ട് വേണമെങ്കിൽ തിരുമ്മി തരാം, നീ ചെയ്തെടുത്തോളം മതി എന്നൊരു ഭാഷയായിരുന്നു പുള്ളിക്കാരി പറഞ്ഞത്. മറ്റൊന്നും ആയിരുന്നില്ല. എപ്പോഴും എന്നെ ഇങ്ങനെ തെറി പറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മകളോട് തന്നെയാണ് എപ്പോഴും ഇൻട്രസ്റ്റിങ് കാര്യങ്ങളൊക്കെ. നമ്മൾ എന്ത് ചെയ്താലും അത് വേസ്റ്റാണ്. അത് എനിക്ക് പണ്ട് തൊട്ടേ അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. എന്നാ പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. ഞാൻ ആ ഒരു മഴയത്ത് ഉമ്മറത്തെ ആ ഒരു പടിയിൽ ഇങ്ങനെ ചാരി നിന്നിട്ട് മഴ നനഞ്ഞ് ആ ഒരു ചായ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നു. മറ്റൊന്നും കൊണ്ടായിരുന്നില്ല, എനിക്കത് ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. പെട്ടെന്ന് എൻ്റെ സാരിയിൽ നിന്നും അവിടെ എല്ലാം വെള്ളം ഇറ്റിട്ട് വീഴുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അത് കണ്ട അമ്മായിയമ്മയ്ക്ക് അത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. പുള്ളിക്കാരി നിന്നിരുന്നിടത്തുനിന്ന് കാലൊന്ന് പൊക്കിയിട്ട്, ഛേ, ആ സാരി കൊണ്ടുവന്നിട്ട് എവിടെയെങ്കിലും ഉരുകി കളയൻ്റെ പെണ്ണെ, ഇതാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം വെള്ളമാക്കിയില്ലേ നീ എന്ന് ഒരു ദുഷ്ട മനസ്സോടെ ആ ഒരു രീതിയിൽ നിന്ന് പെരുമാറുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് എനിക്ക് ആ ഒരു കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഞാനെന്ത് ചെയ്താൽ എന്ത് എന്നൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് ഒന്നും പറയാതെ തന്നെ ഞാൻ ചായ ഗ്ലാസ്സുമായിട്ട് അകത്തേക്ക് കയറിപ്പോയി. ആ നിമിഷം നിമേഷ് അവിടെ നിന്ന് എന്നോട് എന്തോ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്താണ് പ്രശ്നം എന്നായിരുന്നു അവൻ ചോദിക്കുന്ന ഒരു കാര്യങ്ങൾ. ഞാൻ ആ നിമിഷം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഒന്നുമില്ല. ചില സമയത്താണെന്നുണ്ടെങ്കിൽ അവനായിരുന്നു ഒരാശ്വാസം. ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഇവരുടെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ എനിക്ക് എപ്പോഴാണെങ്കിലും അവനൊരു തുണയായിട്ട് എനിക്കുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് അവൻ ഗൾഫിലേക്ക് പോവുകയാണ്. ഇനി ഞാൻ ആരോട് അവരെൻ്റെ അടുത്ത് പരാതി പറയും എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. ഇനിയിപ്പോ ആ ഒരു കാര്യങ്ങളൊന്നുമില്ല, നടക്കട്ടെ. എന്താന്ന് വെച്ചാൽ ഭർത്താവാണെന്നുണ്ടെങ്കിൽ സ്ഥലത്തില്ല, എവിടെയോ ഏതോ സംസ്ഥാനത്തില്, ഓരോ സമയത്തും ഓരോ സംസ്ഥാനങ്ങളില്. ഇതാവുമ്പോ എനിക്കാണെന്നുണ്ടെങ്കിൽ കൂട്ടിനാരുമില്ല. പിന്നെ അമ്മായിമ്മയുടെ പ്രാക്കും ബഹളവും കാര്യങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ ലൈഫ് പോകുന്നു എന്ന് മാത്രം എൻ്റെ ലൈഫ്. അങ്ങനെ മഴയത്ത് നല്ല ചൂട് ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ നേരെ പോയത് അടുക്കളയിലേക്കായിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ മതിലിന്റെ തൊട്ടിപ്പുറത്തായിട്ട് നിമേഷം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടേക്ക് ചെന്നു. എടാ എന്തുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് മുഴുവനായിട്ട് നനയുന്നുണ്ടായിരുന്നു. അവിടെ മഴ ഉറച്ചു പെയ്യുകയായിരുന്നു. ഞാൻ ഇനി ഓൾറെഡിയും നനഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ അതിനത് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ മതിലിന്റെ തൊട്ടിപ്പുറത്തായിട്ട് നിമേഷമായിട്ട് നിന്ന് കാര്യം പറയാൻ തുടങ്ങി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അമ്മായിയമ്മയ്ക്ക് കാലുവേദനയായതുകൊണ്ട് അങ്ങോട്ട് വരില്ല എന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. എടാ നീ എപ്പോഴാ പോകുന്നേ എന്ന് പറയുന്ന സമയത്ത് ഞാൻ നാളെയാണ് ചേച്ചി പോകുന്നത്. എന്നാ ഒരു കാര്യം ചെയ്യ്, നീ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരെ. ഇപ്പോൾ ആളാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് പ്രശ്നമാണ്. നിനക്ക് ഒരു പായസവും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി നീ
പിന്നെ അച്ചാർ നീ കൊണ്ടുപോകുന്നുണ്ടോ? ഞാനൊരു അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്, എന്തൊക്കെയായാലും നീ ഇത് കൊണ്ടുപോകട്ടോ എന്ന് തന്നെ ഞാൻ അവനോട് പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അവനെല്ലാം ഒന്ന് തലയാട്ടുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ സമയത്തിന് നീ പോരെ എന്ന് പറയുമ്പോൾ അവൻ തലയാട്ടിക്കൊണ്ട് അങ്ങോട്ട് പോയി. അവൻ പോകുന്ന നേരം തന്നെ ഞാൻ അവനോട് വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ എനിക്ക് സമയമില്ല കേട്ടോ, നേരത്തെ വരണം കേട്ടോ, നാളെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നേരത്തെ ഡ്യൂട്ടിക്ക് പോകാനുള്ളതാ, ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഓഫീസിൽ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് അതിനും അവൻ തലയാട്ടിയിട്ട് അങ്ങോട്ട് പോയി. പക്ഷേ ഏത് സമയത്താണ് വരുന്നതെന്ന് എനിക്ക് പോലും തിട്ടമില്ല. അത് അങ്ങനെ ഒരു അവസ്ഥയാണ് ചിലപ്പോഴും. അങ്ങനെ രാത്രിയായ സമയത്ത് അമ്മായിയമ്മയ്ക്ക് ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്ത് നേരത്തെ കിടന്നുറങ്ങാനായിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ആള് പതുക്കെ എഴുന്നേറ്റ് അകത്തേക്ക് പോയി. അങ്ങനെ അകത്ത് കയറിയ ശേഷം ഒരു കൂർക്കം വലിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി ആള് ഫ്ലാറ്റായെന്ന്. പിന്നെ ഇനി ആ ഒരു കാര്യത്തിൽ നിമേഷിനടുത്ത് ഒരു മെസ്സേജ് അയച്ചാൽ മതിയല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആള് കിടന്നുറങ്ങിയ സമയത്ത് തന്നെ നിമേഷിനടുത്ത് ഞാൻ പറഞ്ഞു, എടാ ഇങ്ങോട്ട് പോര്, അമ്മയൊക്കെ കിടന്നുറങ്ങിയിട്ടുണ്ട്, ഇപ്പം വന്നു കഴിഞ്ഞാൽ അത്രയും പ്രശ്നമില്ല. നിമേഷിനെയൊന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല, എൻ്റെ അമ്മായിയമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ ഇഷ്ടമല്ല. കാരണം ജാതിയുടെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഇടയിലും ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെയായിരുന്നു നിമേഷിനെ പോലുള്ള ആൾക്കാരെ അമ്മായിയമ്മയ്ക്ക് എത്ര പിടിക്കാത്തത്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിലാണെന്നുണ്ടെങ്കിൽ കാണുന്നതും സംസാരിക്കുന്നതൊക്കെ ഇവരാരും അറിയാതെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിടയിലാണെങ്കിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അവനിന്ന് ഗൾഫിലേക്ക് പോകും എന്നറിയുന്ന സമയത്ത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇനി മിണ്ടാനും സംസാരിക്കാനും ഒക്കെ ആരുണ്ടായിരിക്കും, എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാനാണെങ്കിലും ആരുമില്ല. ആ ഒരു ചിന്തയായിരുന്നു എൻ്റേത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ അടുക്കളയെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം നേരെ റൂമിലേക്ക് പോയി. ആ സമയത്താണെങ്കിൽ ജനാലയിൽ ആരോ മുട്ടുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ തന്നെ അവിടെ നിന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവനായിരുന്നു, നിമേഷ്. ഞാൻ അവിടേക്ക് പുറത്തേക്ക് ഇറങ്ങി ചെന്നു. എടാ, നാളെ നീ പോകുമല്ലേ, അതിനു വേണ്ടിയിട്ട് വന്നതാണോ എന്ന് ചോദിച്ച സമയത്ത് ഞാൻ ചേച്ചിയൊന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നവൻ മറുപടി പറഞ്ഞു. എന്നാ പിന്നെ നീ അവിടെ തന്നെ നിൽക്കുന്ന എന്തിനാ, കയറി വാ ഇങ്ങോട്ട് എന്ന് ഞാൻ പറയുന്ന സമയത്ത് ആള് അവിടേക്ക് കയറാൻ റെഡിയായിരുന്നു. പക്ഷേ അവിടെയാണെന്നുണ്ടെങ്കിലും മഴ ഞങ്ങൾക്കൊരു ശല്യമാണ്. മഴ ഇപ്പോഴും പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവനാണെങ്കിൽ ആകെ നനഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, തോർത്തെടുത്തോണ്ട് വരാം, അല്ലാതെ നീ ആണെന്നുണ്ടെങ്കിൽ നനഞ്ഞിങ്ങനെ കുളിച്ച് കയറണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ബാത്റൂമിൽ കിടന്ന തോർത്തെടുത്ത് കൊണ്ടുവന്ന് ഞാൻ അവന്റെ കയ്യിൽ കൊടുത്തു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ നന്നായിട്ടൊന്നും തോർത്തുന്ന പോലുമില്ല, ഒന്ന് തുടച്ചെടുക്കുന്നു. ഇതെന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ച് ഞാനൊന്ന് ദേഷ്യപ്പെട്ടു. ശേഷമാണെന്നുണ്ടെങ്കിൽ ആ തോർത്ത് മേടിച്ച് അവന്റെ തല നന്നായിട്ട് വൃത്തിയായിട്ട് തുടച്ചു കൊടുത്തു. നാളെ പോകാൻ ഗൾഫിൽ പോകാനുള്ള പയ്യനാണ്, ഇപ്പോഴും ഇതൊന്നും പഠിച്ചിട്ടില്ല, നീ എന്താ പനി പിടിപ്പിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതെല്ലാം വൃത്തിയാക്കിയത്. ഞാൻ അവന്റെ കണ്ണിൽ നോക്കി ദേഷ്യപ്പെട്ടുകൊണ്ട് തല തോർത്തി കൊടുക്കുന്ന സമയത്ത് അവൻ എന്നെ നോക്കി ഒന്ന് കൊഞ്ചുന്നുണ്ടായിരുന്നു. ആ കുട്ടികളെ പോലുള്ള ആ ഒരു പെരുമാറ്റമായിരുന്നു ചെക്കൻ്റെ മുന്നിൽ. അത് പിന്നെ ഞാൻ അത്രയും കാര്യമായിട്ടെടുത്തില്ല. വാ, നീ കയറി വാ എന്ന് പറയുന്ന സമയത്ത് അവനും കയറി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അവനും കൂടെ റൂമിലേക്ക് പോയി. എടാ, നിനക്ക് ഞാൻ ഒരു സാധനം കൊണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അലമാരയിൽ വെച്ചിരുന്ന ഒരു കവർ എടുത്ത് ഞാൻ അവൻ്റെ കൊടുത്തു. അതൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു, മറ്റൊന്നും ആയിരുന്നില്ല. ഞാൻ അവന് വേണ്ടിയിട്ട് വാങ്ങിച്ച ഒരു പാന്റ് ഷർട്ടുമായിരുന്നു. ഞാൻ അവൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നാളെ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇതിട്ടുകൊണ്ട് പോയാൽ മതി, അതാണെന്നുണ്ടെങ്കിൽ നിന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും, ഇതിന് അത്യാവശ്യം നല്ല ലുക്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നിനക്ക് നന്നായിട്ട് ചേരുന്നുമുണ്ട് എന്ന് ഞാൻ അവനോട് പറഞ്ഞു. ഞാനത് കൊടുത്ത സമയം തന്നെ അവനത് കവറിൽ നിന്നെടുത്തിട്ട് എന്റെ മുഖത്ത് നോക്കി ചോദിച്ചു, ഇതെനിക്ക് പാകമാവുമായിരിക്കുമോ എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, നീ ഒന്ന് ഇട്ട് നോക്ക്, അപ്പൊ പാകമാണോ ഇല്ലെന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ എന്ന് പറയുമ്പോൾ അവനെ തന്നെ കൺഫ്യൂഷനായി. എന്നെ നോക്കി കണ്ടതിന് ശേഷം അവനാണെന്നുണ്ടെങ്കിൽ അത് ഇടാനായിട്ട് ആരംഭിച്ചു. ഞാനൊന്ന് മാറി നിൽക്കാം, നീ ഒന്ന് ഇട്ടിട്ട് എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം അവൻ എടുത്തു. ശേഷം എന്നെ വിളിച്ചു, സീമ ചേച്ചി ഒന്ന് ഇങ്ങോട്ട് വരാമോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് ചെന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് പെട്ടെന്ന് നല്ലൊരു കാഴ്ചയാണ് കണ്ടത്. ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, ഞാൻ കൊടുത്ത ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്ന നിമേഷിനെ കാണുമ്പോൾ എനിക്ക് തന്നെ ആ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ തോന്നി തുടങ്ങി. അപ്പോൾ തന്നെ ഞാൻ അവനോട് പറഞ്ഞു, എടാ, ഇത് നന്നായിട്ട് നിനക്ക് ചേരുന്നുണ്ട് കേട്ടോ. ശേഷം ഞാൻ അവിടേക്ക് ചെന്ന് അവൻ പിടിച്ചു വെക്കാത്ത കോളറൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തു. ഈ ബട്ടൺസ് ഒക്കെ നീ ഇടാത്ത എന്താണ്, ഇതാണെന്നുണ്ടെങ്കിൽ നീ ഇടാതിരിക്കരുത് കേട്ടോ, നിന്റെ ആ റൗഡി സ്വഭാവമൊക്കെ മാറ്റണം, ഗൾഫിലേക്കാ പോകുന്നത്, അവിടെ ഇങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ എൻ്റെ ചെക്ക
എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ബട്ടൺസ് എല്ലാം ഒന്ന് നേരെയാക്കി കൊടുത്തു. ആ, ഇപ്പൊ കാണാൻ നിന്നെ കാണാൻ ഒരു നല്ല ലുക്കുണ്ട്. ആ, ഇതേപോലെ തന്നെ നീ കണ്ടിന്യൂ ചെയ്ത് പോകണം കേട്ടോ എന്ന് ഞാൻ അവനോട് ഒരു ഉപദേശം കൊടുത്തിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. പെട്ടെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ അവനൊരു സർപ്രൈസ് എനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്ന് എനിക്കും ഡൗട്ടായിരുന്നു. മറ്റൊന്നും ആയിരുന്നില്ല, അവിടെ ഒരു കവർ അവൻ കൊണ്ടുവന്ന സമയത്ത് അങ്ങനെ പൊതിഞ്ഞു വെച്ചേക്കുന്നു. ഞാനത് കണ്ട സമയത്ത് തന്നെ അവരവിടേക്ക് പോയി ആ കവർ എടുത്തുകൊണ്ട് വന്നു. പെട്ടെന്ന് ഞാൻ എന്താണ് ആ ഒരു കാര്യം എന്നുള്ള ആ ഒരു കൺഫ്യൂഷനായിരുന്നു. അവൻ ആ കവർ എൻ്റെ കയ്യിലേക്ക് തന്നു. ഞാൻ നോക്കിയപ്പോൾ അതിനൊരു തുണിയായിരുന്നു. നാളെ ഞാൻ പോകുകയല്ലേ, ഇനി പോയി കഴിഞ്ഞാൽ ചേച്ചിയൊന്ന് കാണാൻ പോലും പറ്റില്ലല്ലോ. അപ്പോൾ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇതെനിക്ക് ഇന്ന് തന്നെ ഇട്ട് കാണണം, അതിനുശേഷം മാത്രമേ ഞാനിന്ന് പോകുന്നുള്ളൂ എന്ന് നിമേഷിനടുത്ത് പറഞ്ഞു. ആഹാ, എന്ത് സാധനം നീ വാങ്ങിച്ചോണ്ട് വന്നേ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ആ കവറിൽ നിന്ന് സാധനം എടുത്ത സമയത്ത് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അത്യാവശ്യം വെസ്റ്റേൺ ആയിട്ടുള്ള നല്ലൊരു ഡ്രസ്സ്. അത് മറ്റൊന്നും ആയിരുന്നില്ല, ഞാൻ അങ്ങനെ ഇടാത്ത ഒരു ടൈപ്പ് ഡ്രസ്സ് തന്നെയായിരുന്നു. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല ലുക്സ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇത് വിട്ടുകൊണ്ട് അമ്മായിമ്മയുടെ ഫ്രണ്ടിൽ കൂടെ പോകാൻ അതുപോലും പറ്റില്ല. പിന്നെ ഇവനെന്തിനാ എനിക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നത് എന്ന് തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. ആ നിമിഷം തന്നെ അവൻ പറഞ്ഞു, ഇത് ചേച്ചി ഇടില്ല എന്ന് എനിക്കറിയാം, പക്ഷേ എനിക്കൊരുപാട് ആഗ്രഹം തോന്നി വാങ്ങിച്ചതാ. എന്തൊക്കെയാലും ചേച്ചി ഇത് ഇട്ട് നോക്കണം, പിന്നെ പാകമാവില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വാങ്ങിക്കാം. എടാ, ഇതൊന്നും ഞാൻ ഇടുന്ന കാര്യങ്ങളല്ല. വെറുതെ ഇതൊക്കെ വാങ്ങിച്ച് പൈസ കളയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? നിനക്ക് നാളെ പോകുന്ന സമയത്ത് പൈസക്കൊക്കെ ആവശ്യമുള്ളല്ലേ, എനിക്ക് വേണ്ടി ഇതൊക്കെ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാനിതൊന്നും ഇടാറില്ല എൻ്റെ നിമിഷേ എന്ന് പറയുന്ന സമയത്ത് അവൻ തന്നെ മറുപടി പറഞ്ഞു, എനിക്കറിയാം ചേച്ചി ഇടത്തില്ല എന്നുള്ള കാര്യം, പക്ഷേ ഇടയ്ക്കെങ്കിലും ഒന്ന് ഇടാമല്ലോ. ഞാൻ ഇടയ്ക്ക് വിളിക്കുന്ന സമയത്ത് ഇതൊക്കെ ഇട്ട് ചേച്ചിക്ക് വീഡിയോ കോളെങ്കിലും ചെയ്യാമല്ലോ, എനിക്ക് കാണാൻ വേണ്ടിയിട്ടല്ലേ. അതുകൊണ്ടല്ലേ ഞാൻ വായിച്ചുകൊണ്ട് തന്നെ. ചേച്ചി ഇതൊന്ന് ഇട്ട് നോക്ക്, എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അന്നേരം മാറിയാൽ പോരെ. ഞാൻ ആ ഡ്രസ്സ് വീണ്ടും എടുത്ത് ഒന്ന് നിവർത്തി വെച്ചു. ശേഷം ഞാൻ അവന്റെ മുഖത്ത് നോക്കി ഒരു മടി കാണിച്ചു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ മടി കാണിച്ച് നിൽക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ തോളിൽ തട്ടിയിട്ട് അവൻ തന്നെ എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു. ചേച്ചി പോയി ഇതിട്ടിട്ട് വാ, നമുക്ക് നോക്കാലോ എങ്ങനെയുണ്ട് ലുക്സും കാര്യങ്ങളെന്നൊക്കെ. അത് നല്ലതാണെന്നുണ്ടെങ്കിൽ ചേച്ചി കണ്ടിന്യൂ ചെയ്യാലോ എന്ന് മാത്രം അവൻ പറഞ്ഞു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുറിക്കകത്തേക്ക് കയറി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അവനും കൂടെ വന്ന്, എടാ നീ പുറത്തിറങ്ങി നിൽക്കേ, ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവനെ തള്ളിക്കൊണ്ട് ആ ഒരു സോഫയിൽ കൊണ്ടിരുത്തി. ശേഷം ഒരു പുഞ്ചിരിയോടെ ഞാൻ റൂമിൽ കയറി ആ ഡ്രസ്സ് മാറാനായിട്ട് പോയി. റൂമിൽ നിന്നുകൊണ്ട് എന്നെ മുടിയഴിച്ച് ഞാൻ താഴേക്കിട്ടു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഡ്രസ്സൊന്ന് നോക്കാനായിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ നോക്കി. ആ സമയത്ത് എനിക്ക് ഒട്ടും കംഫർട്ട് അല്ലായിരുന്നു, പക്ഷേ നല്ല രസമുണ്ടായിരുന്നു അത് ഇട്ടുകൊണ്ട് നിൽക്കാൻ. കാരണം രാത്രി കാലങ്ങളിലാണെങ്കിൽ ഒരു ചെറിയ തണുപ്പ് നമ്മുടെ റൂമിലൊക്കെ അനുഭവപ്പെടും. പക്ഷേ ആ സമയത്ത് ഇങ്ങനെയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരുന്നതിൽ കിടക്കാൻ നല്ല സുഖമായിരുന്നു. പിന്നെ ആ ഒരു കാര്യങ്ങൾക്കൊക്കെ കപ്പിൾസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ലത് തന്നെയാണ്. അങ്ങനെ അവന്റെ നിർബന്ധപ്രകാരം തന്നെ ഞാനൊരു കാര്യം ചെയ്തു. മറ്റൊന്നും ആയിരുന്നില്ല, ഞാനാണെന്നുണ്ടെങ്കിൽ ആ ഒരു നൈറ്റിയും കാര്യങ്ങളൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു, ആ ഇപ്പൊ സീമ ചേച്ചിയെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഒന്ന് പോടച്ചേക്കാം, ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ എനിക്ക് വണ്ണം കൂടി വരുക, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് എനിക്ക് പുറത്തോട്ടിറങ്ങാൻ പോലും വയ്യ, നാണക്കേടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്ന സമയത്ത് അവൻ ചിരിക്കുന്നുണ്ടായിരുന്നു. ഒന്ന് നിന്നേ നോക്കട്ടെ എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചുകൊണ്ട് ആ ഒരു സോഫയിലേക്ക് കൊണ്ടിരുത്തി. ഇപ്പൊ കണ്ട നല്ലൊരു ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്ന് പറയുമ്പോ ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ വെച്ചേക്കാം, ഇങ്ങനെ ശല്യപ്പെടുത്താതെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്നു. അപ്പോഴും മുറിക്കകത്തുനിന്ന് അമ്മായിമ്മയുടെ കൂർക്കമ്മലയും കാര്യങ്ങളൊക്കെ അവിടേക്ക് കേൾക്കുന്നുണ്ട്. ആ സമയത്ത് അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് വല്ല ഹോണും വല്ലതാണോ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കാൻ? ഒരു അലാറമായിട്ടൊക്കെ യൂസ് ചെയ്യാൻ കേട്ടോ എന്ന് തമാശ പറയുമ്പോൾ, ഞാൻ നിന്റെ അടുത്ത് എല്ലാം പറഞ്ഞിട്ടില്ലേ, കാര്യങ്ങളെല്ലാം എനിക്ക് അലമ്പ് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്നു. കുറച്ച് സമയമാണെന്നുണ്ടെങ്കിൽ അവനുമായിട്ടിരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് എല്ലാം പറയാൻ തോന്നിയിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാൾ തന്നെയായിരുന്നു അവൻ. അത് അവനിൽ നിന്ന് എനിക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ പ്രകടമായിരുന്നു. അങ്ങനെ കുറെ നേരം അവനിൽ നിന്ന് സംസാരിച്ച ശേഷം എൻ്റെ അടുത്തുനിന്ന് എഴുന്നേറ്റ് പോയി നേരെ വീട്ടിലേക്ക്. അപ്പോഴും മഴ തോർന്നിട്ടില്ലായിരുന്നു.
ഞാൻ അവനെ നോക്കിക്കൊണ്ട് അടുക്കളവാതിലിൻ്റെ അടുത്ത് തന്നെ നിന്നു. ആ നിമിഷമാണെങ്കിൽ എനിക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടതുപോലെ ഒരു തോന്നലുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ഭാഗം അവസാനിക്കുകയാണ്. ഇനി എൻ്റെ ജീവിതത്തിലെ അടുത്തടുത്ത അനുഭവങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യണം കേട്ടോ എന്താണെങ്കിലും. അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം. ബൈ ബൈ.